സഹോദരി സഹോദരന്മാരെ, ദനഹകാലത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണെന്ന് നമുക്കറിയാം. ദനഹകാലം മുഴുവനും ഈശോയുടെ ദൈവത്വത്തിൻ്റെ ആവിഷ്കാരമാണ്, അനാവരണമാണ്. ഇന്നും അതുതന്നെയാണ്. ഈശോയുടെ ദൈവത്വം തെളിയിക്കുവാനുള്ള രണ്ട് അത്ഭുതങ്ങളുടെ കഥയാണ് നാം വായിച്ചു കേട്ടത്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതും ശതാധിപന്റെ മകന് സൗഖ്യം നൽകുന്നതും. ഇനി ഈ തിരുവചന ഭാഗത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, ഇവിടെ കുഷ്ഠരോഗിക്ക് സൗഖ്യം ലഭിക്കുന്നു, ശതാധിപന്റെ മകൻ സുഖം പ്രാപിക്കുന്നു. അതിൻ്റെ ഈ രണ്ട് സൗഖ്യങ്ങളുടെയും മാനദണ്ഡം വിശ്വാസമാണ്. വിശ്വാസമാണ് സൗഖ്യത്തിന്റെ രഹസ്യം, സൗഖ്യത്തിന്റെ മാനദണ്ഡം. അതാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസക്തമാണ്. വിശ്വസിക്കുക, നിനക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ളത്. നമുക്ക് ഈ തിരുവചന ഭാഗത്തിന്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചാല്, നാം വായിച്ചു കേട്ടത് മത്തായി സുവിശേഷകന്റെ 8-ാം അധ്യായത്തിൽ നിന്നാണ്. 8-ാം അധ്യായം എന്ന് പറയുന്നത് ഈശോയുടെ മലയിലെ പ്രസംഗത്തിന് ശേഷമുള്ള ഭാഗങ്ങളാണ്. ഈശോ മലയിലെ പ്രസംഗത്തിന് ശേഷം താഴെ ഇറങ്ങി വരുമ്പോഴാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതും പിന്നീട് ശതാധിപന്റെ മകനെ സുഖപ്പെടുത്തുന്നതും. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. സമൂഹത്തിൽ തീണ്ടലും തൊടിയിലും കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന കുരുടർ, കുഷ്ഠരോഗികൾ, മുടന്തർ, പാപിനികൾ, പുറജാതിക്കാർ, ഇവരെല്ലാവരെയും ഈശോ അടുത്ത് വിളിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈശോയെ കുറിച്ച് യഹൂദ പ്രമാണികൾ പറഞ്ഞത്, അവന്റെ കുലം മോശം, അവന്റെ കൂട്ടും മോശമാണ്. ഈശോയുടെ കുലം മോശമാണ്, ഈശോയുടെ കൂട്ടും മോശമാണ്. കുലമേതാ? തച്ചന്റെ കുടുംബം. കൂട്ടെന്നതാ? ഈ കൂട്ടര് കുഷ്ഠരോഗികള്, പാപിനികള്, മുടന്തര്, ഇങ്ങനെയുള്ള സമൂഹത്തിലെ ഏറെ മാറ്റി നിർത്തപ്പെട്ടവർ. അക്കൂട്ടത്തിലുണ്ട് പുറജാതിക്കാര്, ചുങ്കക്കാരും പുറജാതിക്കാരും. ഇവിടെ പുറജാതിക്കാരനാണ് ശതാധിപൻ. അപ്പൊ അങ്ങനെ ഈ കൂട്ടരെ, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെ എല്ലാം അടുത്ത് വിളിച്ച് ചേർത്ത് നിർത്തുന്ന കർത്താവ് കുലം മോശം, കൂട്ടും മോശമുള്ളവനായ കർത്താവ്. മറ്റൊരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈശോ പുറം ചട്ട നോക്കിയല്ല, ഉള്ളും നോക്കിയാണ് വിധിക്കുന്നത് പുസ്തകത്തിന്റെ. നമ്മളൊരു പുസ്തകത്തിന്റെ പുറം ചട്ട വളരെ മനോഹരമാണ്, പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഈശോ അങ്ങനെയല്ല. പുറംചട്ട നോക്കിയല്ല, ഉള്ളു നോക്കിയാണ് ഈശോ വിധിക്കുന്നത് ആത്മീയതയുടെ കാര്യത്തില്. അപ്പോ അനുഷ്ഠാന ക്രമങ്ങളെക്കാൾ അന്തസത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു കർത്താവ്. അധരങ്ങളെക്കാൾ ഹൃദയത്തിന് പ്രാധാന്യം നൽകുന്നു ഈശോ. ഇതാണ്. അപ്പൊ നിന്റെ വാക്കുകളിലേക്കാൾ, നിന്റെ അധരങ്ങളേക്കാൾ നിന്റെ ഹൃദയത്തിലാണ് ഈശോ നോക്കുന്നത്. നിന്റെ അനുഷ്ഠാന ക്രമങ്ങളുടെ ബാഹ്യത്തെക്കാൾ നിന്റെ ഉള്ളിലെന്തുണ്ട് എന്നാണ് ഈശോ തിരയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഈശോ വിധിക്കുന്നത്. ഈ പാവപ്പെട്ടവരൊക്കെ നെഞ്ചോട് ചേർത്ത് നിർത്താനുള്ള കാരണം അവന്റെയൊക്കെ ഉള്ളു നല്ലതായതുകൊണ്ടാണ്. ഈ പരീക്ഷന്മാരുടെയും യഹൂദ പ്രമാണിമാരും ഒക്കെ ബാഹ്യമായ അനുഷ്ഠാന ക്രമം ഉണ്ടായിരുന്നെങ്കിലും അവന്റെയൊക്കെ ഉള്ളു മുഴുവൻ തിന്മ നിറഞ്ഞതായിരുന്നു, ചീത്തയായിരുന്നു. ഇന്ന് നമുക്ക് ഈ തിരുവചന ഭാഗത്തിന്റെ ധ്യാനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. രണ്ട് ചിന്തകളാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തേത്, ഈശോ
കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. രണ്ടാമത്തേത് ശതാധിപന്റെ മകന്, പുറജാതിക്കാരനായ ശതാധിപന്റെ മകന് സൗഖ്യം നൽകുന്നു. നാം കാണുന്നു കുഷ്ഠരോഗിയുടെ കാര്യത്തില് ഈശോ മലയിറങ്ങി വരുമ്പോ കുഷ്ഠരോഗി അടുത്ത് ചെല്ലുക. അടുത്ത് ചെല്ലുക. എന്നിട്ട് എന്താ പറയാ? കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. എന്നിട്ട് ഈശോ എന്താ ചെയ്യുന്നത്? അവനെ തൊട്ട്. അതാ വളരെ പ്രധാനപ്പെട്ടതാ. തൊട്ടു എന്നുള്ളത് സ്പർശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയ്ക്ക് വേണ്ടി പറയാറുണ്ട് നിനക്ക് സൗഖ്യം വരട്ടെ എന്ന് പറയാൻ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. അവനെ തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവന് സൗഖ്യം കൊടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, വേദപുസ്തകം തിരഞ്ഞാൽ കാണാം ഈശോ തൊട്ടവരും ഈശോയെ തൊട്ടവരും സുഖം പ്രാപിച്ചതായിട്ട്. ഈശോ തൊട്ടവരും ഈശോയെ തൊട്ടവരും. നമുക്കറിയാം, അജ്ഞാനായ സ്ത്രീയുടെ കഥ നമുക്കറിയാം. ഈശോയെ തൊട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ അതിനെന്ത് വേണം? ഈശോയുടെ അടുത്തുകൂടി കടന്നു പോകണം. ഈശോയുടെ അകലെ കൂടിയല്ല കടന്നു പോകേണ്ടത്, അവന്റെ അടുത്തുകൂടി കടന്നു പോകണം. അവനെ തൊടാനായിട്ട്, അല്ലെങ്കിൽ അവന്റെ അടുത്ത് പോയി നിൽക്കണം, അവനെ സ്പർശിക്കുവാനായിട്ട്. അപ്പോ നമ്മൾ എങ്ങനെയാ പോക? അവന്റെ അടുത്തുകൂടി പോകാറുണ്ടോ? അവന്റെ അടുത്ത് പോകാറുണ്ടോ? അവന് നമ്മെ സ്പർശിച്ച് സുഖപ്പെടുത്തുവാനായിട്ട്? അതോ നമ്മളിങ്ങനെ അകലങ്ങളിൽ നടക്കുന്നവരാണ്? അത്യാവശ്യത്തിന് ഞായറാഴ്ച ഒരു കുർബാന മാത്രം കണ്ടിട്ട് ബാക്കിയൊക്കെ എന്റെ നാമമാത്രമായ ക്രൈസ്തവനായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ അകലെ അനുഗമിക്കുന്നവനാണ് കർത്താവിനെ, അടുത്ത് അനുഗമിക്കുന്നവനല്ല എന്ന് തിരിച്ചറിയുക. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാമല്ലോ, ഈ സ്പർശം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ മാധ്യമമാണ്. പങ്കുവെക്കലിന് ഏറ്റവും നല്ലത് സ്പർശമാണെന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൃത്യമായി നമുക്ക് ഒരാളോട് എങ്ങനെ ഇടപെടാൻ പറ്റുക. അയാൾ നമ്മൾ സാധാരണ ഷെയ്ക്കും ചെയ്യാറുണ്ട്, കൈ കൊടുക്കാറുണ്ട്. അതിലെന്താ ചെയ്യുക? ഇങ്ങനെ നമ്മുടെ ഇയാളുടെ ചുമരിൽ പിന്നെ എങ്ങനെ പിടിച്ച് നമ്മുടെ അടുത്ത് നിർത്തും. അതാണ് ഏറ്റവും വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന മാർഗം. ഈ സ്പർശം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, പിറന്നു വീഴുന്ന കുഞ്ഞിനെ വൈറ്റാണ്ടി അല്ലെങ്കിൽ വല്യമ്മച്ചി ആരെങ്കിലും തൊടണം. ഈ തൊട്ട് കൊച്ചിനെ ഉണർത്തണം, തൊട്ട് കുഞ്ഞിനെ കരയിപ്പിക്കണം. ആ തൊടല്, ആ സ്പർശം കുഞ്ഞിന് ആവശ്യമാണ്. ഈ സ്പർശം കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിന് ഇത് പറയാ റീഅഷ്വറൻസ്, ആ കുഞ്ഞിന് കിട്ടുന്ന ആത്മധൈര്യം കിട്ടുന്നത് ഈ തൊടൽ സ്പർശത്തിലൂടെ. അതുകൊണ്ട് പഴയ അമ്മച്ചുമാര് വൈറ്റാട്ടിമാരും ഒക്കെ നന്നായിട്ട് സൈക്കോളജി അറിയാവുന്നവരാ. തൊട്ട് കുഞ്ഞിനെ ഇങ്ങനെ തൊട്ട് കുഞ്ഞിനെ കരയിപ്പിക്കും. കൊച്ചു പ്രസവിച്ച് വീഴുന്ന കുഞ്ഞ് ഇങ്ങനെ അനങ്ങാതെ കിടന്നാലോ അത് അങ്ങനെ കിടക്കും, അത് ഉണരുകയില്ല, അതുകൊണ്ട് തളർന്നു പോകും. അപ്പൊ തൊട്ടണം. കണ്ടിട്ടില്ലേ, പശുവും നമ്മുടെ ആടുമൊക്കെ പ്രസവിക്കുമ്പോ അതിനെ നക്കി തുറന്ന് കണ്ടിട്ടില്ലേ? അതാണ് അതിന്റെ സൈക്കോളജി. പശുവും ആടും ഒക്കെ എന്റെ കിടാവിനെ, ആട്ടിൻകുഞ്ഞിനെ നക്കി തുറത്തി കഴിയുമ്പോഴാ എന്താ സംഭവിക്കുക? അവനിങ്ങനെ ആഞ്ഞ് എഴുന്നേക്കുന്നത്. നമ്മുടെ കിടാവും ആട്ടുകുഞ്ഞും ഒക്കെ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ അടുത്തായിട്ട് തൊടണം. കണ്ടിട്ടില്ലേ, ഈ പട്ടിയും പൂച്ചയും ഒക്കെ എന്താ ചെയ്യാ? നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് ഇങ്ങനെ മേത്തൂടെ ഇങ്ങനെ മുട്ടി ഉരുണ്ടിരിക്കും മേത്ത് അല്ലേ? പൂച്ചയെ നമ്മുടെ പട്ടി ഒക്കെ വന്ന് മേത്ത് മുട്ടി ഉരുണ്ടിരിക്കും. കന്നാലിക്ക് നമ്മളിങ്ങനെ ചുമരിലോ അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ തൊട്ടാല് ഒരു സുഖവും. ഇതൊക്കെ മനുഷ്യ പ്രകൃതിയിൽ തന്നെയാണ്. മൃഗങ്ങൾക്ക് എത്രയുണ്ട്, പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? കാലവന്മാര് മക്കളോട് എങ്ങനെയാ സ്നേഹം പഠിപ്പിക്കുന്നത്? അവരുടെ തലയിൽ തൊട്ട് അല്ലെങ്കിൽ നെഞ്ചോ ചേർത്ത് പിടിച്ച് ചുമരിൽ തൊട്ട് തലോടിയ
അടുത്ത് നിർത്തി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് ഒരുക്കുന്നത്, കുഞ്ഞുങ്ങളെ കാണുന്നത്, സ്നേഹിക്കുന്നത്, ഉമ്മ കൊടുക്കുന്നത്. അതാണ് സ്പർശം എന്ന് പറയുന്നത്. ഈ സ്പർശത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ള തിരിച്ചറിയുക. സ്പർശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ സ്പർശം പോലെ തന്നെ അവന്റെ അഭിഷിക്തന്റെ സ്പർശവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അച്ഛന്മാരുടെ അടുത്ത് പോകാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയാറില്ലേ? അതാണ് അഭിഷിക്തന്റെ സ്പർശം. അത് സൗഖ്യസ്പർശമാണ്. അഭിഷിക്തന്റെ സ്പർശം. വിചാരിച്ച് കുർബാന കൊടുക്കുന്ന സമയത്ത് അമ്മയുടെ ഒക്കെ തിരിക്കും കുഞ്ഞുങ്ങളുടെ തട്ടിൽ കുരിശു വരയ്ക്കാൻ കൈയാക്കാൻ. എന്തിനാ? അത് വൈദികന്റെ അഭിഷിക്തന്റെ സ്പർശമാണ്. അത് പ്രധാനപ്പെട്ടതാണ്. ആ സ്പർശത്തിലൂടെ കുഞ്ഞുങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കുകയാണ്, റീഅഷ്വറൻസ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ പിറകെ ഓടി വരുന്നത് ഞാൻ കുഞ്ഞിനെ തൊടാനായി. ഞാനത് പണ്ട് യൂറോപ്പിൽ പഠിക്കുന്ന കാലത്ത് കിട്ടിയൊരു നല്ല പരിപാടിയാണ്. ഞാൻ ആദ്യ ദിവസം ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നെറ്റിയെ കൈവയ്ക്കാതെ പോകുന്നപ്പോൾ പരാതിയുമായിട്ട് അമ്മച്ചമാർ സാക്രിസ്റ്റിയിൽ പോയി അച്ഛൻ അങ്ങനെ ചെയ്യാൻ ചോദിച്ചു പറഞ്ഞു. കൊച്ചിന് ആ പോലെ ഭയങ്കര ഒഫൻസായി വിഷമായിട്ട് അച്ഛൻ തൊടാഞ്ഞിട്ടെന്ന് പറഞ്ഞവർ വന്നു. അത് തന്നെ. അപ്പോ പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഈ സ്പർശം എന്ന് വിശുദ്ധമായിരിക്കണം. നമ്മളൊക്കെ എല്ലാവരെയും സ്പർശിക്കുന്നവരാണ്. പക്ഷേ ചീത്ത സ്പർശവും തിരിച്ചറിയുക. പലപ്പോഴും ചീത്ത സ്പർശങ്ങൾക്ക് ഇരയായിട്ടുള്ളവരുമായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് ഓർക്കുക, സ്പർശം നല്ലതാണ്. ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷനുള്ള മാധ്യമമാണ്. അതുപോലെ തന്നെ ഈ സ്പർശം ഒരിക്കലും അശുദ്ധമായ സ്പർശമാകാതിരിക്കുക. നമ്മൾ സ്പർശിക്കുന്ന വ്യക്തിയെ എപ്പോഴും സൗഖ്യവും സുഖവും നൽകണം. അല്ലാതെ ആ വ്യക്തിയെ ചീത്തയിലേക്ക്, തിന്മയിലേക്ക് നയിക്കുന്ന സ്പർശങ്ങളായിട്ട് നമ്മുടെ സ്പർശങ്ങൾ മാറരുത്. ഓർക്കുക, സ്പർശമെന്നും വിശുദ്ധമായിരിക്കണം, സ്പർശമെന്നും പരിശുദ്ധമായിരിക്കണം, സ്പർശമെന്നും സൗഖ്യം നൽകുന്നതായി, പ്രത്യേകിച്ച് അഭിഷിക്തരായ ഞങ്ങളുടെ സ്പർശങ്ങൾ. ഇനി രണ്ടാമത്തെ ചിന്തയിലേക്ക് വരും. ശതാധിപന്റെ കാര്യമാണ്. ശതാധിപന്റെ മകൻ ഈശോ സുഖം കൊടുക്കുന്നതാണ്. ഈ ശതാധിപനോട് ഈശോ പറയാം, ഞാൻ വന്നതിന് മകനെ സുഖപ്പെടുത്താന്ന് പറയുമ്പോൾ എന്താ പറയാ? കർത്താവേ, അങ്ങനെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, എന്റെ മകൻ എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. നിത്യ കുർബാനയിലെ മനോഹരമായ പ്രാർത്ഥനയാണത്. കുർബാന സ്വീകരണത്തിന് തൊട്ട് മുമ്പ് ദിസ് ഇസ് ദ Lamb of God who takes away the sins of the world എന്ന് അച്ഛൻ ചൊല്ലും. This is the Lamb of God who takes away the sins of the world എന്ന് പറയുമ്പോൾ ഈ സമൂഹം വിട്ട് പറയും, കർത്താവേ, എന്റെ വീട്ടിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങനെ വാക്കരുളി ചെയ്താൽ മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ശതാധിപൻ 100 പട്ടാളക്കാരുടെ തലവന. അപ്പൊ ആ മനുഷ്യൻ അക്കാലത്തെ സംസ്കാരം എന്താണെന്നറിയാമോ? വേലക്കാരി അടിമകളായി കാണുന്ന കൾച്ചർ, ഭൃത്യന്മാരെ, സേവകന്മാരെ അടിമകളായി കാണുന്ന കൾച്ചറിലാണ് ഈ മനുഷ്യൻ നെട്ടോടുകൂടി കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നത്. കർത്താവേ, ചെയ്ത എന്റെ വേലക്കാരുടെ അസുഖമായിരിക്കുന്നു, ഒന്ന് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊരു മാറ്റമാണ് നോക്കി. കണ്ണാടി പോലെ, വസ്തു പോലെ, ചരക്ക് പോലെ ജോലിക്കാരെ കണ്ടിരുന്ന ഒരു സംസ്കാരത്തില് ഒരു വേലക്കാരന് അസുഖം വരുമ്പോൾ സ്വന്തം കുഞ്ഞിനെ എന്ന കൂടി ഓടി അലച്ച് കർത്താവിന്റെ അടുത്ത് ചെന്ന് അവനെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ നന്മ കണ്ടോ? ഇതാണ് മറ്റൊരു വേലക്കാരോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. വീട്ടിലെ കാരണവന്മാരോട്, സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളോട്, കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട്, നമ്മുടെ പള്ളിയിലെ വികാരിച്ചിന് ഇടവക ജനങ്ങളോട്, ഇടവകയിൽ ജോലി ചെയ്യുന്ന സാക്രിസ്റ്റ് കപ്പ്യാരന്മാരോട്, അല്ലെങ്കിൽ സൂപ്പുകാരോട്, മറ്റു കൈക്കാരന്മാരോട്, ഇവരൊക്കെ വികാരിച്ചന്റെ വാക്കുകൾ എന്നും സൗഖ്യം നൽകുന്ന അല്ലെങ്കിൽ സുഖപ്പെടുത്തുന്ന നന്മയുടെ വാക്കുകളായിരിക്കും. അല്ലാതെ അവരൊരിക്കലും പേടിപ്പിക്കുന്ന, മൂർച്ച കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന വാക്കുകളായിരിക്കരുത്. അപ്പൊ അതാണ് മറ്റുള്ളവരോട്, വേലക്കാരോട്, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന വ്യക്തികളോട്, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരോടൊക്കെ
മാന്യമായിട്ട് സന്തോഷമായിട്ട് പെരുമാറുക. അവരുടെ നന്മയിൽ, അവരുടെ സൗഖ്യത്തിൽ, അവരുടെ സുഖത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക. അല്ലാതെ അവരെ വെറുതെ വസ്തു പോലെ, ചരക്ക് പോലെ ഒരിക്കലും കണക്കാക്കരുത്. അതാണ് ഈശോ ഇന്ന് നൽകുന്ന വലിയ സന്ദേശം ഈ തിരുവചന ഭാഗത്തിലൂടെ, പ്രത്യേകിച്ചും ഈ ശതാധിപന്റെ നന്മയിലൂടെ, അയാളുടെ മാതൃകയിലൂടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തേക്കുള്ള ദൂത് ഇതാണ്. കർത്താവേ, നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ പറയണം, നിങ്ങൾ കർത്താവേ, അങ്ങന്റെ വീട്ടിൽ അങ്ങനിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങൊരു വാക്ക് അരുളിച്ചതാൽ മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന്. കർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി കൈനീട്ടുക, കർത്താവ് തൊടാനായിട്ട് നിന്നുകൊടുക്കുക, കർത്താവിൻ്റെ അഭിഷിക്തന്റെ സ്പർശവും പരിശുദ്ധമാക്കിച്ചറിയുക. നിങ്ങളുടെ ഓരോ സ്പർശവും പരിശുദ്ധമായിരിക്കണം. ഈശോ നമ്മെ അനുഗ്രഹിക്കും.